അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിലുള്ളൊരു ടൊമാറ്റോ റൈസ് ആയിരുന്നു കേട്ടോ. കൂടെ സാലഡും പപ്പടവും അച്ചാറും കുഞ്ഞൊരു മഷ്റൂം കറിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഊണായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വേഗം വരാം. ആദ്യം തന്നെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുത്തരി ഒഴികെയുള്ള ഏത് ടൈപ്പ് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു തുള്ളി എണ്ണ, എന്ത് എണ്ണയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് നല്ലപോലെ വെന്ത് കഴിയുമ്പം ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളം പോകാനായിട്ട് വയ്ക്കണം. എന്താ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഉള്ളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചതും അതുപോലെ തന്നെ 2-3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ശരിക്കും ഒന്ന് വാടി കിട്ടണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാടി കഴിഞ്ഞ് കഴിയുമ്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞിട്ട് വേണം, വെന്ത് കഴിയുമ്പോൾ വേണം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനുള്ള മുളക് പൊടി, ഒരു നുള്ള് കായും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് തക്കാളിയെല്ലാം എന്താ ശരിക്കും വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന അരി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് വെള്ളവും തളിച്ചിട്ട് ചെറിയ ചൂടിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ശരിക്കും ഒന്ന് നല്ലപോലെ കുഴഞ്ഞ പരുവത്തിലായി കിട്ടും. ഒരു ബൗളിലെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പപ്പടം, അതിൻ്റെ കൂടെ തന്നെ റൈത്ത, അതിൻ്റെ കൂടെ തന്നെ ഒരു പിക്കിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മഷ്റൂം ഡ്രൈ ആയിട്ടുള്ള കറിയും എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.